ക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ഈ ലോകത്ത് നടക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം എൻ്റെ ഈ ഒറ്റ വീഡിയോയിലുണ്ട്. ദയവായി ഇതെല്ലാവരിലേക്കും എത്തിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ എനിക്ക് വരാൻ പോകുന്ന എതിർപ്പുകൾ എല്ലാം ഞാൻ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാവിധ ക്രിമിനലിസത്തിൻ്റെയും ഉത്തരവാദികളെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്വീകരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെ പക്ഷത്ത് നിൽക്കാം. അത് നിങ്ങളുടെ യുക്തി, നിങ്ങളുടെ മാത്രം തീരുമാനം. എന്തിനാണ് ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിലുള്ള പ്രശ്നം? എന്താണ് മെയിൻ പ്രശ്നം? നമ്പർ 1, നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ ഇതിൽ നിന്ന് തുടങ്ങാം. ക്രിസ്ത്യൻസിൻ്റെ ഗോഡ് ആരാണ്? ജീസസ് നമുക്കറിയാം, മുന്നേ ഉയർത്തപ്പെട്ട ഒരു ദൈവമാണ്. അത് അന്ത്യനാളിലാവുമ്പോൾ ജീസസ് തിരിച്ചു വരും. ജീസസ് ആണ് ക്രിസ്ത്യൻസിൻ്റെ ദൈവം. ഓക്കെ, ഇനി ജീസസിൻ്റെ മിഷൻ എന്താണ്? ജീസസിൻ്റെ മിഷൻ അന്ത്യനാളിൽ തിരിച്ചു വരിക, ജനങ്ങളുടെ ഭിന്നിച്ചു നിൽക്കുന്ന, അതായത് ദൈവത്തിൽ നിന്നും ഭിന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ജീസസിൻ്റെ ദൗത്യം. പിന്നെ ജീസസിൻ്റെ വേറൊരു ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റിനെ കൊല്ലുക എന്നതാണ്. ആൻറ്റി ക്രൈസ്റ്റ് എന്നാൽ ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയുന്ന ഒരുതരം ജീവിയാണ് ആൻറ്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിന് എതിരായ ശക്തി ആൻറ്റി ക്രൈസ്റ്റ്. മുസ്ലിങ്ങൾ ദജ്ജാൽ എന്ന് പറയും, ക്രിസ്ത്യൻസ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയും. പിന്നെ ജനങ്ങൾ ചിലർ ഇല്ലുമിനാറ്റി, അതായത് ഈ ലോകത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന ഒരുവനാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇയാളെ കൊല്ലും. ഇതാണ് ക്രിസ്ത്യൻസ് തിയറിയിലുള്ള കാര്യം. അടുത്തത് മുസ്ലിംസിലേക്ക് വരാം. മുസ്ലിംസിൻ്റെ ഗോഡ് അള്ളാഹു. ഓക്കെ, അള്ളാഹുവിന് ഒരുപാട് പ്രോഫിറ്റ്സുകളുണ്ട്. അതിൽ അവസാനം വന്ന പ്രോഫിറ്റാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അന്ത്യനാളിൽ വരാൻ പോകുന്നത് ആഫ്റ്റർ ഇമാം മഹദിക്ക് ശേഷം വരുന്ന ഒരു പ്രോഫിറ്റാണ് ഈസാ നബി അലൈഹിസ്സലാം, അതായത് ക്രിസ്ത്യൻസിൻ്റെ ജീസസ്. ഓക്കെ, സെയിം ക്രിസ്ത്യൻസ് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ്, അതായത് ഈസാ നബി അലൈഹിസ്സലാം മുസ്ലിംസിൽ. ക്രിസ്ത്യൻസ് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റ്. ഈ ജീസസ് ക്രൈസ്റ്റ് വരും. എന്നിട്ട് ക്രിസ്ത്യൻസിൻ്റെ ആൻറ്റി ക്രൈസ്റ്റ് ഉണ്ടല്ലോ, അതായത് മുസ്ലിംസിൻ്റെ ദജ്ജാൽ, 1 eyed ദജ്ജാൽ. ഈ ദജ്ജാലിനെ കൊല്ലും. ഓക്കെ, ദജ്ജാലിനെ കൊല്ലും. ആര്? നമ്മുടെ ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ വധിക്കും. അതോടുകൂടി ഈ ഭൂലോകത്തെ നെഗറ്റീവ് എന്ന് പറയുന്ന ഈ സാധനത്തിനെ നശിപ്പിക്കും, പൂർണ്ണമായിട്ട് നശിപ്പിക്കും. തിരിച്ച് ആളുകളെ ഗോഡിലേക്ക് അടുപ്പിക്കുക. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മിഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഞാനീ പറയാൻ പോകുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് നടക്കുന്ന മെയിൻ പ്രശ്നങ്ങളുടെ കാരണം ആരാണ്? നമ്മളിനി ഒരു ഭാഗം പറഞ്ഞിട്ടില്ല, നമ്മൾ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതിനുമുമ്പേ നമുക്ക് ആൻറ്റി ക്രൈസ്റ്റിനെ പറ്റി ഈ വീഡിയോ കാണുന്ന, അതായത് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കുറേ സിമ്പിൾസ് അത് കേട്ടിട്ടുണ്ടാവും. ഇല്ലുമിനാറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. ഇനി വരാൻ പോകുന്ന ആൻറ്റി ക്രൈസ്റ്റിനെ പറ്റി ഉള്ള ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ ഇനി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആൻറ്റി ക്രൈസ്റ്റ് ആരെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇൻ ക്രിസ്ത്യാനിറ്റി കോൾഡ് ആൻറ്റി ക്രൈസ്റ്റ്, ഇൻ മുസ്ലിംസ് കോൾഡ് ഇറ്റ്സ് എ ദജ്ജാൽ. ഇനി ആരാണ് ദജ്ജാൽ എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. മുസ്ലിംസും ജ്യൂസും ക്രിസ്ത്യൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണ്. എന്നിരുന്നാലും ജ്യൂസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും മെയിൻ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. ഇനി ആരാണ് ജ്യൂസിൻ്റെ ലാസ്റ്റത്തെ പ്രോഫറ്റ് എന്ന് പറയുന്നത് ആരാണ്? യാതൊരു സംശയവും വേണ്ട, ആൻറ്റി ക്രൈസ്റ്റ് ആണ് ജ്യൂസിൻ്റെ പ്രോഫറ്റ്, അതായത് ജ്യൂസിൻ്റെ പ്രവാചകൻ. ജ്യൂസിൻ്റെ മിശിഹ എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ്, അതായത് ദജ്ജാൽ എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി തന്നെയാണ്
പുള്ളിക്ക് ഒരു മിഷനുണ്ട്. അതായത് പുള്ളി വരുന്നു, അവരുടെ ദേവാലയങ്ങളെ തിരിച്ച് എടുക്കുന്നു. അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയും. ദജ്ജാലിൻ്റെ മിഷൻ വന്നിട്ട് ജൂസിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ തകർക്കപ്പെട്ട ദേവാലയങ്ങളും സ്ഥലങ്ങളും തിരിച്ചു പിടിക്കുക. എവിടെ? ഫലസ്തീനാണ് ദജ്ജാലിൻ്റെ ലക്ഷ്യം. അത് തിരിച്ചു പിടിക്കുക, അവരുടെ ടെമ്പിൾ പുനഃസ്ഥാപിക്കുക. ഇതാണ് ജൂസിൻ്റെ വിശ്വാസം. ദജ്ജാൽ വരും, അവർ ആരാധിക്കുന്ന ദജ്ജാൽ വരും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും. ദജ്ജാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ലോകത്ത്. ദജ്ജാൽ ഇപ്പോൾ വളരെ സെക്യൂറായിട്ട് ഒരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവൻ്റെ വരവ് കാത്ത് ജൂയിഷ് വെയിറ്റ് ചെയ്യുകയാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ വരവിനായി ഓരോ ജൂയിസും പ്രാർത്ഥിക്കുകയും അവൻ ജൂസിനോട് സംസാരിക്കുന്നുണ്ട്, ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. ജൂസിൻ്റെ ടോപ്പിലിരിക്കുന്ന അതായത് പോപ്പുകളുമായിട്ട് ദജ്ജാൽ സംസാരിക്കുന്നുണ്ട്. ആ ദജ്ജാലിൻ്റെ ഓരോരോ നിർദ്ദേശങ്ങളനുസരിച്ച് ആ ഭൂമിയിലേക്ക്, അതായത് ഈ ദജ്ജാലിൻ്റെ ഓരോരോ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ദ ഒൺ-ഐഡ് സിംബോളിസം, വേൾഡ് കൺട്രോളിസം, പ്രൊപ്പഗൻഡാസ്, കൂട്ടക്കൊലകൾ, ഇതൊക്കെയാണ് ദജ്ജാലിൻ്റെ ടാർഗറ്റ്സ്. അപ്പോൾ ഈ ടാർഗറ്റ്സ് ജൂഷ് വഴി ഈ ഭൂലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആരാണ് ദജ്ജാൽ? എന്താണ് ദജ്ജാൽ? അക്കോർഡിംഗ് ടു ക്രിസ്ത്യാനിറ്റി, ഗോഡ് ലൈക്ക് ഫീച്ചർ. ദജ്ജാൽ പറയുന്നു ഞാനാണ് ദൈവം. ഓക്കെ, പൊളിറ്റിക്കൽ സ്പിരിച്വൽ കൺട്രോൾ. അറിയാമല്ലോ, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദജ്ജാലിൻ്റെ ടാർഗറ്റ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം അത് ദജ്ജാലിനാണ്. മാസ് കൺട്രോളിസം, ജെൻഡ് കൺട്രോൾ, സ്പിരിച്വൽ കൺട്രോൾ, പെർഫോം സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ടു ഡിസീവ് പീപ്പിൾ, ഒപ്പോസ് ഗോഡ് ആൻഡ് പെർസെക്യൂട്ട്സ് ബിലീവേഴ്സ്. ദൈവത്തിനെ എതിർക്കുക എന്നുള്ളതാണ് ദജ്ജാലിൻ്റെ കാര്യം. ഇവഞ്ച്വലി ഡിഫീറ്റഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ഡ്യൂറിങ് ദ സെക്കൻഡ് കമ്മിങ്. രണ്ടാമത് ജീസസ് ക്രൈസ്റ്റ് ഉറപ്പായിട്ടും ദജ്ജാലിനെ കൊല്ലും എന്നുള്ളതാണ് ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസം. ദജ്ജാൽ പറയുന്നത് ഞാനാണ് ഗോഡ്, എന്നെയാണ് ആരാധിക്കാനുള്ള, നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കരുത്. ദൈവത്തിനെ ആരാധിക്കാത്ത ആൾക്കാർ എല്ലാവരും സാത്താനിസ്റ്റ് സേവകർ. അത് കുറച്ചും കൂടി ഇലാബറേറ്റാണ്, അത് ഞാൻ പറയാം. എന്നാലും ഇത് ആൻറ്റി ക്രൈസ്റ്റ്, ഈ ഇലുമിനാറ്റി എന്ന് പറയപ്പെടുന്ന ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? സാത്താനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഈ സാത്താൻ്റെ ടോപ്പിലിരിക്കുന്ന ആളാണ് ആര്? ഈ ദജ്ജാൽ. ഓക്കെ, പൊളിറ്റിക്കൽ സ്പിരിച്വൽ കൺട്രോൾ, പെർഫോം സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ടു ഡിസീവ് പീപ്പിൾ. ഈ ദജ്ജാലിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജൂയിഷ് നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. അവർ ഡെയിലി ദജ്ജാലിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ ആരാണ്? എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ? ലോകം നശിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ് ഈ ദജ്ജാലിൻ്റെ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത്. ദജ്ജാലിൻ്റെ ഓരോരോ നിർദ്ദേശങ്ങളും ഇവർക്ക് കിട്ടുന്നുണ്ട് ദജ്ജാലിൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, ദജ്ജാൽ ഇവരുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി പല ഗിമ്മിക്കുകളും കാണിക്കും, പല മാജിക്കുകളും കാണിക്കും. ദജ്ജാലിനോട് ചോദിച്ചാൽ, പണവും പ്രശസ്തിയും ചോദിച്ചാൽ ദജ്ജാൽ കൊടുത്തിരിക്കും. ബൈബിളിൽ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജോൺ, ഈവൻ നൗ മെനി ആൻറ്റി ക്രൈസ്റ്റ് ഹാവ് കം. ഓക്കെ, അടുത്ത തെസ്സലോണിയൻസ് 2, മാൻ ഓഫ് സിൻ എന്ന് വെച്ചാൽ ദുഷ്പ്രവർത്തികൾ, മാൻ ഓഫ് സിൻ, whose oppose the God and extol himself above all that is called God. ഇത് പറഞ്ഞേക്കുന്ന തെസ്സലോണിയൻസ് 2 എന്ന് പറയുന്നതിലാണ് പറഞ്ഞേക്കുന്നത്. ജോൺ 2:18 പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിലാണ് ഈവൻ നൗ മെനി ആൻറ്റി ക്രൈസ്റ്റ് ഹാവ് കം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റെവലേഷൻ 1:13 പറഞ്ഞിട്ടുണ്ട്, ബീസ്റ്റ് വിത്ത് ഗ്രേറ്റ് പവർ ഹൂ ഈസ് വർഷിപ്പ്ഡ്. ഈ ദജ്ജാൽ എന്ന് പറയുന്നത് ഒരു വിരൂപിയായ
ഒരു ക്രിയേച്ചറാണ്. ഒരു ക്രിയേച്ചർ എന്ന് വെച്ചാൽ ഒരു ജീവിയാണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. ബീസ്റ്റ് വിത്ത് ഗ്രേറ്റ് പവർ ഹൂ ഈസ് വർഷിപ്പ്ഡ്. പവറുണ്ട്. പുള്ളിയാണ് ഈ മണി കൺട്രോൾ ചെയ്യുന്ന പുള്ളിയാണ്. മേജർ മണി കൺട്രോൾ പുള്ളിയുടെ കയ്യിലാണ്. പുള്ളിയോട് ചോദിച്ചാൽ പണം കിട്ടും. പുള്ളി ആരാധിക്കുന്നവൻ, ദജ്ജാലിനെ ആരാധിക്കുന്നവൻ കാശുകാരനാവും, ഒരു സംശയവും വേണ്ട. ഓക്കെ, ഇത് ക്രിസ്ത്യൻസിൽ പറയുന്നതാണ്. ഇസ്ലാമിലോട്ട് വരാം. ഇൻ ഇസ്ലാം അൽ മസിഹ ദജ്ജാൽ, ജൂയിഷിൻ്റെ മിഷിഹ, ലിറ്ററലി ദ ഫാൾസ് മിസിഹ, സ്പെസിഫൈഡ് ഈവിൽ ഫിഗർ ഹു അപ്പിയേഴ്സ് ബിഫോർ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതായത് അന്ത്യനാളിൽ വരുന്ന ആളാണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. ദ ദജ്ജാൽ ഡിസീവ്സ് പീപ്പിൾ ക്ലെയിമിങ് ടു ബി ഡിവൈൻ ആൻഡ് പെർഫോമിങ് മിറാക്കിൾ. ഈ ദജ്ജാൽ പല ഗിമ്മിക്കുകളും കാണിച്ച് ആളുകളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. വൺ ഐഡ് മാൻ, ഇത് ഒറ്റ കണ്ണ് മാത്രമേ ഇതിനുള്ളൂ. അറിയാല്ല, ഒറ്റ കണ്ണ്. നിങ്ങൾ ബിഗ് ബോസിലടക്കം കണ്ടിട്ടുണ്ട്, അതിൻ്റെ സിമ്പലടക്കം ഒറ്റ കണ്ണ്. വൺ ഐഡ് ദജ്ജാൽ. ഡോളറിൻ്റെ നോട്ടുകളിലും എല്ലാം കാണുന്ന ഈ വൺ ഐഡ് ദജ്ജാൽ. റൈറ്റ് ഐ ബിഹൈൻഡ്, ക്ലെയിം ടു ബി ഗോൾഡ്. ദജ്ജാൽ പറയും ഞാനാണ് ഗോഡ്, ഞാനാണ് ദൈവം. പക്ഷേ അവൻ ദൈവമല്ല. പക്ഷേ ദൈവത്തിനെ പോലെയുള്ള ഓരോ ഗിമ്മിക്കുകൾ കാണിച്ച് ആളുകളെ വശീകരിക്കുന്ന ആളാണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. ട്രാവൽ ദി എർത്ത് ക്വിക്ക്ലി സ്പ്രെഡിങ് ഫിത്തിനാസ് ട്രയൽ ചെയോസ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അങ്ങിങ്ങായിട്ട് വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുക. പിന്നെ ഫിത്തിന ഉണ്ടാക്കുക. ഫിത്തിന മീൻസ് കള്ളത്തരങ്ങൾ. നിങ്ങൾ അക്കോർഡിംഗ് ടു പ്രസൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടവും കള്ളത്തരങ്ങളാണ്. സത്യങ്ങളൊന്നും നിങ്ങളറിയില്ല. ഒരു സത്യങ്ങൾ നിങ്ങളറിയില്ല. നിങ്ങൾ പഠിച്ചത് മുതൽ, നിങ്ങൾ ജനിച്ചത് മുതൽ കേൾക്കുന്നത് ഫുള്ള് 100% കള്ളത്തരങ്ങളാണ്. മീഡിയ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വായിക്കുന്ന പത്രം മൊത്തം കള്ളത്തരങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യം പോലും സത്യമായിട്ടില്ല. നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. കാരണം ആ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ്, അവർക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് ചെയ്യണം എന്ന് മീഡിയാസും ഗവൺമെൻറ്റും ഈ ദജ്ജാലിനെ ആരാധിക്കുന്നവരും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. വിൽ ബി ഫോളോവേഡ് ബൈ മെനി ഇൻക്ലൂഡിങ് ജൂയിസ് ആൻഡ് ഹിപ്പോക്രൈറ്റസ്. ഈ ദജ്ജാലിൻ്റെ മെയിൻ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ജൂയിഷാണ്. വിൽ ബി ഒപ്പോസ്ഡ് ആൻഡ് കിൽഡ് ബൈ പ്രോഫറ്റ് ജീസസ്. അതായത് മുസ്ലിംസിൻ്റെ പ്രോഫിറ്റായ ഈസാ നബി അലൈഹിസ്സലാം ആണ് ഈ ദജ്ജാലിനെ കൊല്ലുന്നത്. ഹദീത്ത് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഫൗണ്ട് ഇൻ സഹീഹ് അൽ മുസ്ലിം, ബുഖാരി, തിർമിദി ആൻഡ് അബു ദാവൂദ്. ദ പ്രോഫിറ്റ് മുഹമ്മദ് വാണ്ട് that the fitna of Dajjal will be the greatest trial humanity will face. ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന, അതായത് കള്ളത്തരങ്ങളുടെ രാജാവ് ആണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. ബിലീവേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു മെമ്മറൈസ് ദ ഫസ്റ്റ് 10 verses ഓഫ് സൂറത്തുൽ കഹ്ഫ് ഫോർ പ്രൊട്ടക്ഷൻ. അത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള സമ്മറി ഒന്ന് പറയാം. ബോത്ത് ഫിഗേഴ്സ് റെപ്രസെൻറ്റ് ഈവിൾ, ഡിസെപ്ഷൻ ആൻഡ് മേജർ ടെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ബിഫോർ ഡിവൈൻ ജഡ്ജ്മെൻറ്റ്. ക്രിസ്ത്യാനിറ്റി ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ മോർ ഓഫ് ദി പൊളിറ്റിക്കൽ സ്പിരിച്വൽ വേൾഡ് ലീഡർ ഹൂ ഫൈറ്റ് ക്രൈസ്റ്റ്. Islam's Dajjal is the deceptive miracle worker who claims the divinity and defeated by Prophet Isa. എന്താണ് ജൂയിഷ് ബിലീവ് ചെയ്യുന്നത്? ജൂയിഷ് ബിലീവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദജ്ജാൽ, അവരുടെ മിശിഹ, ദജ്ജാൽ ആൻറ്റി ക്രൈസ്റ്റ്, അവരുടെ മിശിഹ തിരിച്ചു വരും. ജെറുസലേം ഇൻസൈഡ് ദ പാലസ്തീൻ, ജെറുസലേമിൽ വരും. അവരുടെ ആ പള്ളി, അതായത് ഫലസ്തീൻ്റെ മസ്ജിദുൽ അക്സ എന്ന് പറയപ്പെടുന്ന ഈ പ്രശ്നങ്ങളും കൂട്ടക്കുരുതികളും എല്ലാം നടക്കുന്ന ഈ സ്ഥലത്ത് ദജ്ജാൽ തിരിച്ചു വരും. ഫലസ്തീനിലെ പള്ളികളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവരുടെ ടെമ്പിൾ പണിയും എന്നാണ് ജൂയിഷ് ജനത വിശ്വസിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്.
ജ്യൂസ് വിചാരിക്കുന്നത് ഇതാണ് സംഭവിക്കുക എന്നാണ്. പക്ഷേ ഇസ്ലാം പറയുന്നത് ഇതല്ല സംഭവിക്കുന്നത്. ഈ ഈസാ നബി അലൈഹി ഇസ്ലാം, ജീസസ് ക്രൈസ്റ്റ് അതിന് മുന്നേ തന്നെ ദജ്ജാലിനെ കൊല്ലും എന്നാണ് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഉള്ള ഈ 3 മതങ്ങളും ഈ ലോകത്തിലെ പ്രശ്നങ്ങളും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലോകത്തിൽ എന്തുകൊണ്ടാണ് ദജ്ജാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും ജ്യൂസും തമ്മിലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരാണ് ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫലസ്തീൻ പ്രശ്നം എന്തുകൊണ്ടാണ് ഡെയിലി ബോംബിടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തികച്ചും രാഷ്ട്രീയമായ പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഓരോരോ ഹിന്ദുക്കളും ഇതറിഞ്ഞിട്ടുണ്ടാവില്ല, ഹിന്ദുക്കൾക്കൊന്നും അറിയില്ല. അപ്പം ഈ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, നിങ്ങൾ ആരുടെ പക്ഷം ചേരണമെന്നൊന്നും ഞാൻ പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്താണ് നടക്കാൻ പോണത് എന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ ഈ ഇൻഫർമേഷൻസ് നിങ്ങളെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ജെറുസലേമിൽ വന്നിട്ട്, ഫലസ്തീൻ്റെ ഇൻസൈഡായ ജെറുസലേമിൽ വന്നിട്ട് ടെമ്പിൾ പണിയുമെന്നാണ് ദജ്ജാൽ വന്ന് ടെമ്പിൾ പണിയുമെന്നാണ് ജൂയിഷ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിനു മുന്നേ തന്നെ ദജ്ജാലിനെ കൊന്നുകളയും ഈസാ നബി അലൈഹിസ്സലാം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ പാലസ്തീനകത്താണ് ജെറുസലേം എന്ന ഈ സ്ഥലമുള്ളത്. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ജ്യൂസിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അവരുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ജെറുസലേം എന്ന് പറയുന്ന ഈ സ്ഥലം. ഇതിനു വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളും ജ്യൂസും ക്രിസ്ത്യൻസും തമ്മിൽ അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും മുസ്ലിം ജനതയെ കൊന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്, എന്തിനാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഈ സത്യം ഞാൻ ഈ ലോക ജനതയോട് വിളിച്ചു പറഞ്ഞ ഈ സത്യം നിങ്ങൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം. താങ്ക് യു സോ മച്ച്. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.